ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലിക്വിഡ് ഫെർട്ടിലൈസറുമായിട്ടാണ്. 1 ഇൻഗ്രീഡിയൻറ്റ് ഫെർട്ടിലൈസറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പണി ചെറുതായിട്ടൊരു പാളിച്ച സംഭവിച്ചു. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇതിൻ്റെ കളറ് കണ്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട. ഇത് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് പുറത്തു നിന്നും പൈസയൊന്നും മുടക്കാതെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ കഴിയും. ഇതിന് വലിയ കാശ് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യവുമില്ല. ഈ ഫെർട്ടിലൈസർ ഞാൻ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ചെടികൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ കരുത്താർന്ന കുഞ്ഞു തളിരുകൾ വരാനും മൊട്ട് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക് വളം എന്ന് തന്നെ പറയാം. നല്ല മാറ്റം കാണും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിയുമ്പോൾ. നല്ലപോലെ കുഞ്ഞു തളിർപ്പുകളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. നോക്കിക്കേ, എൻ്റെ റോസിൽ ഒത്തിരി തളിർപ്പും ഒത്തിരി മൊട്ടും ഒക്കെ വരുന്നുണ്ട്. ഞാൻ അടിക്കടിക്ക് ഇതേപോലത്തെ വളങ്ങൾ ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കഞ്ഞിവെള്ളം വെച്ചിട്ട്. അതും നല്ല എഫക്റ്റീവാണ്. ഇതും നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിവസവും കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴും ഇത് കൊടുക്കാം. ഇതുകൊണ്ട് ഒരു ദോഷവും ചെടികൾക്ക് വരുന്നില്ല. ഇത് നമുക്ക് ആവശ്യം പോലെ ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവേ. കൂടാതെ നമുക്ക് ഇത് ഇലകളിലും തളിർപ്പുകളിലും ഒക്കെ തളിച്ചും കൊടുക്കാം. അത് കീടങ്ങളെ തുരത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റോസിന് മാത്രമല്ല, നമ്മുടെ എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറും കൂടിയാണ്. എൻ്റെ റോസാ ചെടികളിലെല്ലാം നല്ല കരുത്തുറ്റ കുഞ്ഞു കിളിർപ്പുകൾ കണ്ടില്ലേ? നമുക്ക് ഈ വളം എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നോക്കിക്കേ, ഞാനൊരു 5 ദിവസത്തോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ഉള്ളിത്തൊലിയാണ്. നമ്മുടെ ചെടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ പാളിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നോ, അതിൻ്റെ അകത്ത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലിയും കൂടെ ആയിപ്പോയി. അപ്പോൾ അതാണ് ഈ കളറ് വരാൻ കാരണം. നമ്മുടെ ഉള്ളിത്തൊലി മാത്രം മതി ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്തെടുക്കാൻ. പക്ഷേ അബദ്ധത്തിൽ ഞാൻ അതിൻ്റെ അടിയിൽ ബീട്രൂട്ടിൻ്റെ തൊലി കിടന്നത് കണ്ടില്ല. ഇത് നോക്കിക്കേ, ഇതാ കിടക്കുന്നു കണ്ടോ? ഇതാണ് ഈ ഫെർട്ടിലൈസർ ഇത്രയും കളറും ഒക്കെ ആവാൻ. ഇപ്പം ബീട്രൂട്ടിൻ്റെ തൊലി കിടന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അത് നല്ലൊരു വളം തന്നെയാണ്. രണ്ടും കൂടെ ചേരുമ്പം നല്ല ഗുണങ്ങളേ ഉണ്ടാവത്തുള്ളൂ. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ തയ്യാറാക്കാം എന്നായിരുന്നു. ഇതിനെ ഞാൻ നന്നായിട്ട് ഞരടി അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലോട്ട് ചേരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് എടുക്കാവേ. പിന്നെ ഈ പിഴിഞ്ഞെടുത്ത് ചണ്ടി ഉണ്ടല്ലോ, ഇത് നമുക്ക് വലിച്ച് ദൂരെ എറിയേണ്ട കാര്യമില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെടി നടുമ്പം ആ മണ്ണിനോട് യോജിപ്പിച്ചിട്ട് അടിയിലായിട്ട്, അതായത് ആ ചെടിച്ചട്ടിയുടെ അടിയിലായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെടി നടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇടാം. വെറുതെ ഇത് വലിച്ചെറിഞ്ഞ് കളയേണ്ട കാര്യമില്ല. അതിൽ നല്ല ഗുണങ്ങൾ, നല്ല സത്ത് അടങ്ങിയ സാധനം തന്നെയാണ് ഈ ഉള്ളിത്തൊലി എന്ന് പറയുന്നത്. ഇതിനെ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് സത്തെല്ലാം എടുത്ത് അരിച്ച് നമുക്കിതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ആവശ്യം പോലെ, കുറച്ചൊക്കെ ചെടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ഇത് എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർക്കാം.
വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ നേർപ്പിച്ച് നമ്മുടെ ചെടികളിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെ ഞാനൊരു അരിപ്പയിൽ അരിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. സ്റ്റോർ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലാത്തവർക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് ചെടിയുണ്ട്, അപ്പോൾ ഇത് മൊത്തവും ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പം ഇതെല്ലാം അരിച്ച് മാറ്റി വൃത്തിയാക്കി എടുത്തേക്ക്. നമുക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം സ്പ്രേ ചെയ്യുമ്പം അതിൻ്റെ തരിയൊന്നും അതിൽ കാണാൻ പാടില്ല. അപ്പം അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അരിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ചണ്ടി ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞ് മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റിയിട്ട് ബാക്കി വെള്ളം ചേർത്ത് നമുക്ക് ചെടികളിൽ കൊടുക്കാം. അപ്പം ഞാനിത് കപ്പിലോട്ടൊക്കെ അരിച്ച് എടുത്ത് വൃത്തിയാക്കി ഇതൊക്കെ ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ചെടികളുടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ മുന്തിരി ജ്യൂസ് പോലെ ഉണ്ടല്ലേ, നല്ല കളറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിലോ കമൻറ്റിൽ കൂടെ എന്നെ അറിയിക്കണേ, ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.